പാഠശാലയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ യാ, റാ, ല, വ എന്നീ അക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ലായുടെ ചിഹ്നമാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇത് ക് പ്ലസ് ല, കില എന്നുള്ളത് ക്ല എന്നാണ്. ക്ല ക്ല എന്നല്ല, ക് പ്ലസ് ല ക്ല ക്ല. ഇതിനെ തുടർന്നുള്ള ല ചേർന്ന വാക്കുകൾ നമുക്ക് പഠിക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ ചിഹ്നം. തക്ലി, കാവ്, വാവ്, കാവ്, ക്ലിപ്തം, ഗ്ലാസ്, മാനം, ചാപ്ലിൻ, ചോക്ലേറ്റ്. ഇത് ലായുടെ ചിഹ്നമാണ്. തക്ലി എന്നല്ല പറഞ്ഞത്, തക്ലി എന്നാണ് പറഞ്ഞത്. നൂല് നൂക്കാൻ ഉപയോഗിക്കുന്ന ചർക്കയിലെ വിഭാഗമാണ് തക്ലിയിലാണ്. നൂല് വീണ്ടും ചർക്കയിൽ ഇങ്ങനെ പഞ്ഞി അരയ്ക്കുക, ആ അരച്ച പഞ്ഞിനെ നൂലാക്കുന്ന യന്ത്രത്തിനെയാണ് തക്ലി എന്ന് പറയുന്നത്. പ്ലാവ് അറിയാമല്ലോ, ചക്ക ഉണ്ടാകുന്ന മരത്തിനെയാണ് നമ്മൾ പ്ലാവെന്ന് പറയുന്നത്. മ്ലാവ് ഒരിനം മൃഗമാണ്. ആടിനെയല്ല മാനിനെയും ഇടയ്ക്കുള്ള അതേപോലെ ഇരിക്കുന്ന ഒരു മൃഗത്തിനെയാണ് മ്ലാവെന്ന് പറയുന്നത്. ക്ലാവ്, കോപ്പർ ഓക്സൈഡ്, ചെമ്പ് വസ്തുക്കളിൽ പച്ച നിറത്തിലുണ്ടാകുന്ന ഒരു അഴുക്കിനെയാണ് ക്ലാവ് എന്ന് പറയുന്നത്. കോപ്പർ ഓക്സൈഡാണ്. കോപ്പറും ഓക്സിജനും ഒക്കെ ചേർന്നുണ്ടാകുന്ന ആ സാധനത്തിനാണ് ക്ലാവ് എന്ന് പറയുന്നത്. ആ ചെമ്പിൻ്റെ നിറം ഒന്ന് പോയിട്ട് ഒരു ഇരുണ്ട നിറമാണ്. അത് നമ്മൾ വെണ്ണീർ അല്ലെങ്കിൽ ചാരമിട്ട് തേക്കുമ്പോഴാണ് ആ ക്ലാവ് അല്ലെങ്കിൽ കോപ്പർ ഓക്സൈഡ് പോകുന്നത്. ഈ ക്ലാവ് ഉള്ളിൽ ചെന്നാൽ വയറ്റിന് അസുഖമൊക്കെ ഉണ്ടാവും, വയറ്റിന് പോക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ക്ലിപ്തം, സഹകരണ സംഘം ക്ലിപ്തം കണ്ടിട്ടുണ്ടോ? ക്ലിപ്തം. ഗ്ലാസ്, വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ ചായ കുടിക്കുന്ന അത്. മ്ലാനം വെച്ചാൽ മൗനിയായിട്ടിരിക്കുക, ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതിനെയാണ് മ്ലാനം എന്ന് പറയുന്നത്. ചാപ്ലിൻ, ചാർലി ചാപ്ലിൻ അറിയോ? വലിയ ഫണ്ണി അല്ലെങ്കിൽ തമാശക്കാരനായ, ആക്ഷൻ കൊണ്ട്, വേർഡ്സൊന്നും ഇല്ല, ഡയലോഗൊന്നും ഇല്ലാതെ ആക്ഷൻ കൊണ്ട് മാത്രം ആളുകളെ ചിരിപ്പിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു ചാപ്ലിൻ. ചൊക്ലി, ചില സ്ഥാനപ്പേരാണ് ചൊക്ലി. ഒന്നുകൂടെ നോക്കാം. തക്ലി, പ്ലാവ്, മ്ലാവ്, ക്ലാവ്, ക്ലിപ്തം, ഗ്ലാസ്, മ്ലാനം, ചാപ്ലിൻ, ചോക്ലേറ്റ്. ഈ ചിഹ്നമിട്ടാണ് ലായുടെ ചിഹ്നമാണ്, പക്ഷേ ലാ എന്ന് നമ്മൾ ഉച്ചരിക്കുന്നത്. തക്ലി, പ്ലാവ്, മ്ലാവ്, ക്ലാവ്, ക്ലിപ്തം, ഗ്ലാസ്, മാനം, ചാപ്ലിൻ, ചോക്ലേറ്റ്. ഇനി അടുത്ത് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം വായുടെ ചിഹ്നം. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പേപ്പറൊക്കെ വായിക്കാൻ നോക്കണം. ഈ അക്ഷരങ്ങൾ ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പേപ്പറൊക്കെ വായിക്കാൻ നോക്കണം, ഹെഡിങ് തന്നെ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും നമുക്ക് ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.